ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഇന്ന് എൻ്റെ കുഞ്ഞു കൃഷിവിശേഷങ്ങളുമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ആദ്യം തന്നെ ഒരു സ്പെഷ്യൽ ഫ്രൂട്ട് പരിചയപ്പെട്ടാലോ? ഇതാണ് പീനട്ട്. ഇതിൻ്റെ റെഡ് നിറം കണ്ടിട്ട് പഴുത്തതാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. പക്ഷേ ഇതങ്ങ് പഴുത്ത് കഴിഞ്ഞാൽ നല്ല റെഡ് കളറാകും. നമ്മുടെ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ചെറിയില്ലേ, അതുപോലെ പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൊട്ടിക്കുന്നതിന് മുന്നേ തന്നെ ഉറുമ്പിൻ്റെ കൂട്ടം ഇതിന് പൊതിയും. കപ്പലണ്ടിയുടെ ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അതുകൊണ്ടാവും ഇതിന് പീനട്ട് എന്ന പേര് വന്നത്. ചെറിയൊരു മധുരവും കാണാനും നല്ല ഭംഗിയുള്ളൊരു ഫ്രൂട്ടാണിത്. കുറച്ചൊക്കെ ഞാനങ്ങ് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് ഇതങ്ങ് പഴുക്കും. ഇത് തനിയെ വളർന്നു വന്നൊരു ചെടിയാണ്. ഏതെങ്കിലും മെഡിസിനൽ പ്ലാന്റ് ആകും എന്ന് കരുതിയാണ് ഞാൻ ഇതിനെ വെട്ടാതെ നിർത്തിയത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇതിപ്പോൾ എന്നെക്കാളും വളർന്നു. ഫ്രൂട്ട്സൊക്കെ കഴിച്ചാൽ അതിൻ്റെ കുരുവൊക്കെ ഞാനങ്ങ് കൊണ്ടിടും. മുളക്കുകയാണെങ്കിൽ മുളക്കട്ടെ എന്ന് കരുതി. അങ്ങനെ ഒരു വെള്ളമോ വളമോ ഇല്ലാതെ തനിയെ വളർന്നു വന്നൊരു പോരാളിയാണിത്. റെഡ് ലേഡി ആണെന്നാണ് തോന്നുന്നത്. പിന്നെ ഇത് മലേഷ്യൻ ചാമ്പ. ഇപ്പോൾ സീസൺ കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നിറയെ കായ്ക്കും. ചെറിയൊരു മധുരമൊക്കെയുള്ള സോഫ്റ്റ് ഫ്രൂട്ടാണിത്. ആപ്പിളിൻ്റെ ടേസ്റ്റാണിതിന്. ചാമ്പക്ക പൊട്ടിക്കുന്ന വീഡിയോ ഞാൻ മുന്നേ ഷോർട്സായി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ഇനി ഒരു വെറൈറ്റി മുളക് കാണാം. സാധാരണ നമ്മൾ കാണുന്ന ചീനമുളകിൽ നിന്നും വ്യത്യസ്തമാണ് ഈ വയലറ്റ് ചീനമുളക്. ഇതിങ്ങനെ നിറയെ കായ്ക്കാനായി ഞാനൊരു സ്പെഷ്യൽ വളം കൊടുക്കാറുണ്ട്. ഇല ചുരുളലും മുരടിപ്പും മുളക് തൈകൾക്കുണ്ടാകുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷനാണ് ആ വളം. ആ സ്പെഷ്യൽ വളത്തെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ. ഇനി കുറച്ച് പൂക്കൾ കാണാം. ഇലച്ചെടികളെക്കാൾ എനിക്കിഷ്ടം പൂക്കളുള്ള ചെടികളോടാണ്. ഈ സീനിയൊക്കെ വിത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ അവയ്ക്ക് അങ്ങ് പറിച്ച് മാറ്റി വെക്കണം. ഇതിൻ്റെ സീസൺ കഴിയുമ്പോഴേക്കും അടുത്തത് പാകാൻ റെഡിയാവണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഗാർഡനിൽ എന്നും പൂക്കാലമായിരിക്കും. രാവിലെ എണീറ്റ് വന്നാൽ ഒരു ഇല വന്നോ മുട്ട് വിരിഞ്ഞോ പൂവിട്ടോ എന്ന് നോക്കി ഒരു പ്രഭാത സവാരി അങ്ങ് നടത്തിയാലേ എനിക്ക് സമാധാനമാവും. അത് നൽകുന്ന സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ്. അറ്റ് ലാസ്റ്റ് ഇതാണ് ബറാബ എന്നും അറിയപ്പെടുന്ന ഒരു രസികൻ ഫ്രൂട്ട്. മധുരവും പുളിയും ചേർന്നൊരു ഫ്രൂട്ടാണിത്. ഇതിൻ്റെയും ഫ്രൂട്ട് ഹാർവെസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഷോർട്സായി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഫ്രൂട്ടാണിത്. ഇതൊരെണ്ണം വീട്ടിലുണ്ടെങ്കിൽ കുട്ടികൾ ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് പോകത്തേ ഇല്ല. ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നെസിസ് പോക്കറ്റ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലെ എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായാൽ നേരത്തെ പറഞ്ഞ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും മറക്കണ്ട.